PV അൻവർ MLA ആണ് ഈ നിമിഷങ്ങളിലെ താരമെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുകയാണ് അൻവർ MLA. സോളാർ കേസ് അട്ടിമറിച്ചതിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ADGPയുടെ സംഘം സ്വർണം കടത്തിയെന്നും ആണ് അൻവറിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളുടെ തുടർച്ച. തിരുവനന്തപുരം കവടിയാറിൽ ADGP അജിത് കുമാർ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടൊന്ന് പോയി നോക്കുക. അതൊരു ആഡംബര വീടാണ്, അത്യാഡംബര വീടാണ്. എവിടെ നിന്ന് അതിൻ്റെ പണം വന്നു എന്നുള്ള ചോദ്യവും അൻവർ ചോദിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകുമെന്നും PV അൻവർ MLA മലപ്പുറത്ത് പറഞ്ഞു. PV അൻവർ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുവെന്ന് അതുല്യ രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു. അതുല്യ. ബനേഷ്, പ്രധാനമായും 3 ആരോപണങ്ങളാണ്, ഗുരുതരമായ 3 ആരോപണങ്ങളിലാണ് PV അൻവർ MLA ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിന് തെളിവായി അദ്ദേഹം ഓഡിയോ സന്ദേശവും ഒരു ശബ്ദ സന്ദേശം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെതെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ശബ്ദ സന്ദേശവും അദ്ദേഹം തെളിവായി ഹാജരാക്കിയിരുന്നു. സ്വകാര്യതയുടെ പ്രശ്നം നിലനിൽക്കുന്നതിനാൽ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശബ്ദ സന്ദേശത്തിലെ വ്യക്തി സംസാരിക്കുന്നത്. സോളാർ കേസിൽ, ആ കേസിൽ പലരും, പ്രമുഖരായ പലരും കോടതിയിലെത്താതെ, ജയിലിലെത്താതെ നിയമസഭയിലും ലോക്സഭയിലും എത്തിയത് ADGP അജിത് കുമാറിന്റെ പങ്ക് കൊണ്ടാണ് എന്നാണ് ഇതിലെ ആരോപണം വരുന്നത്. കേസിലെ പരാതിക്കാരിയുമായി ADGP MR അജിത് കുമാറിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ അദ്ദേഹം ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതോടൊപ്പം തന്നെ പരാതിക്കാരിക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള പണം ഈ പ്രതികളിൽ നിന്ന് വാങ്ങി നൽകാം. പരാതിക്കാരി മൊഴി മാറ്റി പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രതികളിൽ നിന്ന് ഒരു ജീവനാംശം പോലെ ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള പണം വാങ്ങി നൽകാം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പരാതിക്കാരി മൊഴി മാറ്റിയത് എന്നാണ് ഈ ശബ്ദത്തിന്റെ ഉടമ പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2023 ഏപ്രിലിൽ എടവണ്ണയിൽ നടന്ന എടവണ്ണ റിദാൻ കൊലപാതകം, ആ കൊലപാതകത്തിലെ കേസ് അട്ടിമറിച്ചത് ADGPക്ക് വേണ്ടി അന്നത്തെ SP ആയിരുന്ന സുജിത് ദാസ് ആയിരുന്നു എന്നും ഈ പോലീസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി പറയുന്നുണ്ട്. എടവണ്ണയിലെ റിദാന്റെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ADGPക്ക് വേണ്ടി SP സുജിത് ദാസ് ആണ് ആ സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചിരുന്നത്. ഇവരുടെ സംഘം ADGPയുടെയും SP സുജിത് ദാസിന്റെയും ബന്ധത്തിലുള്ള സംഘമല്ലാതെ മറ്റാര് കള്ളക്കടത്ത് നടത്തിയാലും അത് ഇവർ പിടികൂടുകയും അതിലൊരു പങ്ക് കൈപ്പറ്റുകയുമാണ് ചെയ്യാറ്. ഇത്തരത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം റിദാന്റെ കയ്യിലുണ്ടായിരുന്നു. അത് പുറത്തു വരുമെന്ന ഭയം മൂലം അതാണ് റിദാന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും അത് പുറത്തു വരാതിരിക്കാനാണ് നിരപരാധിയായ റിദാന്റെ തന്നെ സുഹൃത്തായ ഷാനിനെ ഈ കേസിൽ കുടുക്കിയത് എന്നുമാണ് ആരോപിക്കുന്നത്. ഇതിന് തെളിവായി അവർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് നിലമ്പൂരിൽ ഈ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ആണ് അന്വേഷണം നടന്നതെന്ന് മാത്രമല്ല SP അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരാഴ്ചയോളം അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നേരിട്ട് അന്വേഷിക്കുകയായിരുന്നു എന്നും ഇതിനു മുൻപ് ഇതേ രീതിയിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളപ്പോൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു ശുഷ്കാന്തി ഈ ഒരു കൊലപാതക കേസിൽ മാത്രം എന്തുകൊണ്ട് കാണിച്ചു? ഒരാഴ്ച തുടർച്ചയായി അതേ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തതിൽ നിന്ന് തന്നെ ഈ കേസ് അട്ടിമറിച്ചതിൽ SP സുജിത് ദാസിന്റെ പങ്ക് വ്യക്തമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി കവടിയാറിലെ ഇദ്ദേഹം പണിയുന്ന വീടിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വളരെ വലിയ പരിഹാസം കലർന്ന രീതിയിൽ, അതല്ലെങ്കിൽ അത്തരത്തിൽ സരസമായ പരിഹാസത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിഷയം എടുത്തിടുന്നത് തന്നെ. നമ്മളെല്ലാം ലോകം നടന്ന് ആഫ്രിക്ക വരെ പോയി വന്നിട്ടും ഇത്തരത്തിലൊരു വീട് പണിയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ADGPക്ക് 12,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, അതും കവടിയാർ പോലൊരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സെന്റിന് 70-75 ലക്ഷം വിലയുള്ള ഒരു സ്ഥലത്ത് 22 സെന്റ് വാങ്ങി അതിൽ ഇത്രയും വലിയൊരു വീട് പണിയാൻ കഴിയുന്നത്? ആ പണം എവിടെ നിന്ന് കിട്ടിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ രേഖകൾ, കോർപ്പറേഷനിൽ നിന്ന് വീടിൻ്റെ സ്ഥലം വാങ്ങിയതിൻ്റെയും മറ്റ് നിർമ്മാണ പ്രവർത്തികളുടെ രേഖകളും കോർപ്പറേഷനിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റാൻ ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ 3 ആരോപണങ്ങളാണ് പ്രധാനമായും ADGPക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങളിലെല്ലാം തന്നെ അന്വേഷണം വേണമെന്നും ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണോ എന്നത് ഇടതുപക്ഷവും CPM-ഉം തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല നിലവിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത് എന്നാണ് PV അൻവർ MLA പറഞ്ഞത്. വിരമിച്ച ഒരു ജഡ്ജിയുടെ മേൽനോട്ട ചുമതലയിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണം. അതുപോലെ തന്നെ ADGP അനിൽകുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ അന്വേഷണം നടത്താൻ പാടൂ. മുതലായ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നാളെ സന്ദർശിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് വെളിപ്പെടുത്തലുകൾ നിർത്തുന്നു, അല്ലെങ്കിൽ
അല്ലെങ്കിൽ വെളിപ്പെടുത്തലിന്റെ 1-ാം ഘട്ടം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഇനിയും ആരോപണങ്ങളുമായി ഒരുപക്ഷെ പി വി അൻവർ MLA രംഗത്ത് വരും എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു അവസാനിപ്പിക്കലിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഉപസംഹാരമായി പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബനേഷ്, ശരി, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് എന്നൊക്കെ പറയാമെങ്കിൽ തന്നെയും അങ്ങനെ നീക്കപ്പെട്ടാലും 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊട്ടാര തുല്യമായ ഒരു വീട് തലസ്ഥാന നഗരിയിൽ പണിത് അവിടെ കുടുംബസമേതം ആഘോഷപൂർവ്വം ഇനിയുള്ള ജീവിതം ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ സ്വത്തുക്കൾ സമ്പാദിച്ചിരിക്കുന്ന വ്യക്തിയാണ് അജിത് കുമാർ എന്നാണ് PV അൻവർ MLA എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളൊക്കെ നാളെ മുഖ്യമന്ത്രിക്ക് നൽകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുല്യ രാമേന്ദ്രനാണ് ആ വാർത്താ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ ഒന്നൊന്നായി പങ്കുവച്ചത്.